ഈ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും നമ്മൾ കിഫ്ബി രൂപീകരിച്ചുകൊണ്ട് ഏതാണ്ട് 55,000 കോടി രൂപയോളം 65 ലക്ഷം പേർക്ക് ഈ 2,000 രൂപ വെച്ചും പിന്നീട് 1,000 രൂപ സ്ത്രീകൾക്കും 1,000 രൂപ യുവാക്കൾക്കും കൊടുക്കുമ്പോൾ അത് മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിന്റെ മുഖത്തടിച്ചടിയാണ്. അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പാടും. എല്ലാവരും പെൻഷൻ നിഷേധിക്കുമ്പോൾ ഇടതുപക്ഷം ഇതാ പെൻഷൻ കൊടുക്കുന്നു, സാമൂഹിക പെൻഷൻ, മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നു. മനുഷ്യ, നീയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമെന്ന് കാറൽ മാർക്സ് എഴുതി വെച്ചിട്ടുള്ള വാചകം പ്രവർത്തന പദത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. മനുഷ്യനെ ചേർത്ത് പിടിക്കുക. ഈ പെൻഷൻ കിട്ടുന്നവരെല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്. അങ്ങനെ മാനവികതയെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം വരുമ്പോൾ അതിനെ പുച്ഛിക്കുന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന UDF എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയാണുള്ളത്? അതിദാരിദ്ര്യ വിമുക്തമാക്കിയ കേരളത്തിന് അതിദാരിദ്ര്യ വിമുക്തമാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. 2021 പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചേർന്ന ക്യാബിനറ്റ് മീറ്റിംഗ്, ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീരുമാനമെടുത്തു. 2025 നവംബർ മാസം 1-ാം തീയതി കേരളത്തിന് അതിദാരിദ്ര്യ വിമുക്തമാക്കണം. അങ്ങനെ കേരളത്തിന് അതിദാരിദ്ര്യ വിമുക്തമാക്കാൻ 4.5 വർഷം സമയം കൊടുത്തു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, IAS ഓഫീസേഴ്സ്, വില്ലേജ് തഹസിൽദാരന്മാർ, വില്ലേജ് ഓഫീസേഴ്സ്, കുടുംബശ്രീ വക്താക്കൾ, സാക്ഷരതാ മിഷന്റെ പ്രവർത്തകന്മാർ, പഞ്ചായത്ത്, മുനിസിപ്പൽ ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ, മൈക്രോ പ്ലാനിങ്ങിലൂടെ 4.5 വർഷം കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിക്കൊണ്ട് മലയോരങ്ങളിൽ, പുഴയോരങ്ങളിൽ, കടലോരങ്ങളിൽ, വനപ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ച് 4.5 വർഷത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ 64,000 പേരെ അതിദാരിദ്ര്യ വിമുക്തമാക്കിയത്. ആദ്യം കൊടുത്ത ലിസ്റ്റിൽ 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. 2025 ജനുവരി മാസം തന്നെ ക്യാബിനറ്റ് മീറ്റിംഗിൽ അത് സൂക്ഷ്മമായി പരിശോധിച്ച് വീണ്ടും അത് 75,000 പേര് അർഹതയുള്ളവരെന്ന് കണ്ടെത്തു. വീണ്ടും ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി, അത് പിന്നെ 64,000 പേരിലേക്ക് എത്തി. അങ്ങനെ 64,000 പേര് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യ വിമുക്ത മേഖലയിൽ നിന്ന് പടുത്തുയർത്തുമ്പോൾ, തിരുവനന്തപുരത്ത് വെച്ച് മഹാസമ്മേളനം നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഭരണഘടനാ പദവിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പവറാണ്. ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു നേതൃത്വം ആ വലിയ ശ്ലാഘനീയമായ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? അദ്ദേഹം വ്യക്തിപരമായി എതിർത്താലും എതിർത്തിട്ടില്ലെങ്കിലും അവിടെ സന്നിഹിതനാകേണ്ടതായിരുന്നില്ലേ? ഒറ്റ UDF MLA പങ്കെടുത്തില്ലല്ലോ. എന്നിട്ട് പറഞ്ഞതെന്താ? ഇതൊക്കെ കള്ളത്തരം, നുണയാണ് LDF ചെയ്യുന്നത്. എന്താ? പിറ്റേ ദിവസം ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ കുത്തക മൂലധന പത്രം, 3 ഇംഗ്ലീഷ് പത്രങ്ങൾ, മനോരമയും മാതൃഭൂമി എഴുതില്ല കേട്ടോ, ഈ 3 ഇംഗ്ലീഷ് പത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. ഇടതുപക്ഷത്തിനെ നിരന്തരം എതിർക്കുന്ന ഈ 3 പത്രങ്ങൾ എഴുതി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ആവിഷ്കരിച്ചിട്ടൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, ഒറ്റ സംസ്ഥാനത്തിനും ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ 3 പത്രം മുഖപ്രസംഗം എഴുതി അസൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഗവൺമെന്റിനെ ശ്ലാഘിച്ചു. അത് ഇന്ത്യയിലെ മറ്റ് ഗവൺമെന്റുകൾ മാതൃകയാക്കേണ്ട നടപടിയാണെന്ന് അവർ ആ ഗവൺമെന്റുകളോടും പറഞ്ഞു, മോഡിയോടും പറഞ്ഞു. ഇതെന്തേ പ്രതിപക്ഷ നേതാവ് കാണാത്തത്? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കൊല്ലത്തിൽ 60 പുസ്തകം വായിക്കുന്ന ആളാണ്. വായിച്ചോട്ടെ, അതൊക്കെ നല്ല കാര്യം. വിവരം ഉണ്ടാക്കുന്ന എല്ലാവർക്കും നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമൂഹത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 70% വായിക്കാത്തവരാ ഭൂരിഭാഗം ഇന്ത്യക്കാർ അങ്ങോട്ട് കടന്നു ചെന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ. അതുകൊണ്ടാണ് ലോകപ്രശസ്ത പുസ്തകങ്ങൾ എഴുതി ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ തുടങ്ങിയിട്ടുള്ള വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ എഴുതി സാഹിത്യ നഭോമണ്ഡലത്തിൽ തിലകക്കുറിയായി നിന്ന ലോക നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിലാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു പുസ്തകവും വായിക്കാത്ത ഒരാളിരുന്ന് ഭരിക്കുന്നത്. അപ്പോൾ വായിക്കുന്നത് നല്ലതായപ്പോഴും ആ വായന നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സ് വിശാലമാകണം. മനസ്സ് വിശാലമാകുമ്പോൾ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ ഇടം കണ്ടെത്തും. ഒരു മനുഷ്യന്റെ പ്രഥമ ജോലി മറ്റുള്ളവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയല്ല. ഇത് ഇടതുപക്ഷം എന്ത് ചെയ്താലും കുറ്റം, എന്ത് ചെയ്താലും നുണ, നുണകളുടെ പ്രവാഹം.
ഹിറ്റ്ലറുടെ മന്ത്രി ഗീബൽസ് എങ്ങനെയാ ചെയ്തിരുന്നത്? നുണ പറഞ്ഞ് ആ കാര്യത്തിനെ സത്യമാക്കിയിട്ട് ആവിഷ്കരിക്കുക. അങ്ങനെയാണ് ജൂത വംശത്തിനെ മുഴുവൻ കൊന്നൊടുക്കിയത്. നുണപ്രചരണം നടത്തി മിഥ്യയായ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഗീബൽസ് ഹിറ്റ്ലറുടെ നിർദ്ദേശാനുസരണം 2.25 കോടി ജനതയെ ഉന്മൂലന നാശം ചെയ്തത്. ഗില്ലറ്റിലൂടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെയും. ഇതൊക്കെ 85-90 കൊല്ലം മുമ്പ് നടന്ന കഥയാണ് ലോകത്തിൽ. ഇദ്ദേഹം എന്തിനായി നുണ മാത്രം പറയുന്നത്? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അതിനെ ഏറ്റുപിടിക്കുന്നത് തന്നെ UDF. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുതകളല്ലേ? ഗവൺമെന്റ് സ്കൂളുകളുടെ വികസനം, ആരോഗ്യ മേഖലയിൽ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ വികസനങ്ങളൊക്കെ അത്ര നിസ്തുലമായ സേവന പാതകളിലൂടെയല്ലേ നമ്മൾ മുന്നേറുന്നത്? അങ്ങനെ മുന്നേറുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ മടിക്കുന്നു? അങ്ങനെ വികസന പ്രക്രിയയിൽ കായലിനെയും പുഴയെയും കടലിനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലയോര ഹൈവകളും തീരദേശ ഹൈവകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് വികസനമല്ലേ? എത്രമാത്രം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 7-8 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തെത്താം. ഇപ്പൊ പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട് എത്താൻ 50 മിനിറ്റ് എനിക്ക് വേണ്ടു. പണ്ട് 1.5-1.25 മണിക്കൂർ. ഇവിടെ നിന്നാണ് 25 മിനിറ്റ് മതിയാകും. എത്ര ദ്രുതഗതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത്, ഇത്തരം വികസനം നടത്തണമെങ്കിൽ ഇച്ഛാശക്തി വേണം, നിശ്ചയദാർഢ്യം വേണം, ആത്മവിശ്വാസം വേണം, ഭാവനാ സമ്പന്നത വേണം, വിശാല മനസ്കത വേണം. അതിനെയാണ് നേതൃത്വം എന്ന് പറയുക. അത്തരത്തിലുള്ള നേതൃത്വമാണ് ഇടതുപക്ഷ നേതൃത്വം. അതുകൊണ്ട് തിരൂരങ്ങാടിയിലും ഒരുപാട് വികസന പ്രക്രിയകൾ നടത്താനുണ്ട്. ആ വികസന പ്രക്രിയകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിയാസും അതിന്റെ മുന്നുള്ള പ്രാസംഗികരൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തത്വചിന്തയുടെ വിഹാര കേന്ദ്രമായിരുന്ന തിരൂരങ്ങാടിയിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ഉന്നതമായിട്ടുള്ള പഠന കേന്ദ്രം ഇപ്പോഴുമില്ല. എത്ര യുവതീ യുവാക്കൾ, എത്ര പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികളുള്ള പ്രദേശമാണ്. ഹയർ സ്റ്റഡീസിന് വേണ്ടി അലി മുസ്ലിയാരും സൈനുദ്ദീൻ മഖ്ദൂമാരും മറ്റും തുടങ്ങി വെച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ പ്രവാഹം ചരിത്രകാരനായ M ഗംഗാധരനും MGS നാരായണനും ഒക്കെ ജീവിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ കേളികയായിട്ടുള്ള പരപ്പനങ്ങാടിയുടെ മണ്ണ്, ഇവിടെയൊക്കെ വിജ്ഞാനത്തിന്റെ പ്രവാഹം സൃഷ്ടിക്കാൻ ഉയർന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വേണം. വിദ്യാഭ്യാസത്തിലൂടെയാണ് നാട് വികസിക്കുക, വിദ്യാഭ്യാസത്തിലൂടെയാണ് നാടിന്റെ മുഖച്ഛായ മാറ്റുക. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നത്. അല്ലാതെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് തടഞ്ഞുകൊണ്ടതിനെ മന്ദഗതിയാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന നിരാശാബോധത്തിൽ അടിയുറച്ചു നിന്നത് കൊണ്ടാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലെ വികസന പ്രക്രിയ തടസ്സം നേരിട്ടത്. അതിനെ രാഷ്ട്രീയമായിട്ട് കാണണം. മതത്തിന്റെ പരിവേഷം ഉന്നയിച്ചുകൊണ്ടല്ല അതിനെ കാണേണ്ടത്. എല്ലാ മതങ്ങളും പറഞ്ഞത് മനുഷ്യന്റെ മുന്നേറ്റമാണ്, മാനുഷികമായ സാഹോദര്യമാണ്, അങ്ങനെ മനുഷ്യനെ ചേർത്ത് പിടിക്കലാണ്. വികസനം വരുമ്പോൾ ജീവിത നിലവാരം ഉയരും. ജീവിത നിലവാരം ഉയരണമെങ്കിൽ സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സാഹോദര്യം വേണം. ഇത് മൂന്നുമില്ലാതെ വികസന പ്രക്രിയ നടപ്പിലാകുകയില്ല. സാഹോദര്യം വേണമെന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു മതസംഘടനവും കലാപങ്ങളും നടക്കാതിരുന്നത്. അത് ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്, ലക്ഷ്യബോധമാണ്. ഇവിടെ മുസ്ലിം മതത്തിനായാലും ഹിന്ദു മതത്തിനായാലും ഏത് മതത്തിനായാലും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വിധത്തിലുള്ള ആഘോഷങ്ങളും നടത്താം, അതൊന്നും എതിരല്ല. അല്ലാണ്ട് മഹാരാഷ്ട്രയിലെയോ UP യിലെയോ മധ്യപ്രദേശിലെയോ ഹോളി ആഘോഷത്തിന്റെ പ്രകടനം നടക്കുമ്പോൾ, ആ നാഗ്പൂർ പട്ടണത്തിൽ പ്രത്യേകിച്ചും ഹോളി ആഘോഷത്തിന്റെ പ്രകടനം നടന്നപ്പോൾ അതിന്റെ തെരുവീതികളിലുള്ള മുസ്ലിം പള്ളികൾ മുഴുവൻ തുണിയിട്ട് മറയ്ക്കാൻ പറഞ്ഞു 2-3 മാസം മുമ്പ്, അല്ലെങ്കിൽ ഷീറ്റ് വെച്ച് മറയ്ക്കാൻ പറഞ്ഞു. അതല്ല കേരളം, അതാവില്ല കേരളം. അങ്ങനെ കേരളത്തിലെ മതേതരത്വത്തിന്റെ ഭൂമിയാക്കി നിർത്തുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ സുതാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിജ്ഞാബദ്ധതയാണ്. അതിന്റെ പേരിലാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ആ നിശ്ചയദാർഢ്യത്വത്തിന്റെയും ആശയ ദൃഢതയുടെയും പേരിലാണ് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ കടലുണ്ടിപ്പുഴയും കായലോരങ്ങളും അറബിക്കടലും പരസ്പരം ഉമ്മ വെച്ച് നിൽക്കുന്നു തിരൂരങ്ങാടിയിൽ. എത്ര മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം ഇവിടെ. ഏതെങ്കിലും ഒരു ആളുകളെ ആകർഷിക്കുന്ന വളരെ ഉജ്ജ്വലമായ സൗന്ദര്യാവകമായ ടൂറിസ്റ്റ് കേന്ദ്രം ഇതേവരെ തിരൂരങ്ങാടിയിൽ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടാകണമെങ്കിലും പ്ലാനിങ് വേണം, നല്ല നല്ല പ്രോജക്റ്റുകൾ വേണം. പ്രകൃതിയെ ഒന്നിച്ചിണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നത് ഒരു ശക്തമായിട്ടുള്ള ന്യായികമല്ല. ഗവൺമെന്റിനെ സമ്മതിപ്പിച്ചെടുക്കലാണ് നിശ്ചയദാർഢ്യമുള്ളൊരു ജനപ്രതിനിധിയുടെ കടമ. അതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്.
അങ്ങനെ ചെയ്യുമ്പോഴാണ് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുക. നിസ്തുലമായ പരിശ്രമം വേണം. എന്ത് മനോഹരമായ പ്രദേശമാണ് കടലോര പ്രദേശങ്ങളിലൂടെ എത്രയെത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ കേരളത്തിൽ ഇവിടെ മാത്രമല്ല, അങ്ങ് എറണാകുളം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ മനോഹരമായ ഭൂപ്രദേശങ്ങൾ കാണാം, അപ്പുറത്തേക്കും കാണാം. അതിനെയൊക്കെ സമൂലമായി പരിഷ്കരിച്ചുകൊണ്ട് ഒരു വലിയ വലിയ പ്രൊജക്ടുകൾ എന്നുള്ള ഭാവനയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ചെറിയ ചെറിയ പ്രൊജക്ടുകളിലൂടെ ഈ മണ്ണിന്റെ വികസനത്തിനെ സാർത്ഥകമാക്കാൻ പറ്റും. ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തിലൂടെ, പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിലൂടെ, ഈ ടൂറിസം കേന്ദ്രത്തിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും ഫിഷിംഗ് മൈനിങ് സെക്ടർ പോളിസികളും ഒക്കെ അത് ഗഹനമായിട്ട് പറയേണ്ട കാര്യം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള പലപ്പോൾ 14-15 മാസമായിട്ട് അവിടെ പണിയിൽ എന്നുകൂടി ഞാൻ തീരപ്രദേശത്ത് കൂടെ നടന്നു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരുപാട് കഥകൾ അവിടെ നിന്ന് കേട്ടു. പൊന്നാനിയിലും ഇത് തന്നെയാണ് നമ്മളൊക്കെ കേൾക്കാറ്. തിരൂര് പോയാലും ഇതൊക്കെ കേൾക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതം. അതെല്ലാം ആഴക്കടലിൽ വൻപിച്ച മൂലധന ശക്തികളുടെ ബഹുരാഷ്ട്ര കുത്തകകളുടെ കപ്പൽ വന്ന് ചരിത്രകാരന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത് ആഴക്കടലിൽ ഈ കരയിൽ നിന്ന് ഏതാണ്ട് 100 അല്ലെങ്കിൽ 150 നോട്ടിക്കൽ മൈൽസിന്റെ അപ്പുറത്ത് ആഴക്കടലിൽ കച്ചവടം നടക്കുകയാണ്. പിടിച്ച മീനുകൾ മുഴുവൻ കപ്പലുകളിലേക്ക് കൈമാറ്റപ്പെടുന്നു. ആ കപ്പലുകളിലേക്ക് കൈമാറ്റപ്പെടുത്തുകൊണ്ട് അന്തർദേശീയ കപ്പലുകൾ അത് വഹിച്ചു കൊണ്ടുപോകുന്നു. ഇവിടേക്ക് മത്സ്യം വരുന്നില്ല. ഇതൊക്കെ സ്റ്റഡീഡ് പ്രോജക്ട്സ് ആണ് ഇന്റർനാഷണൽ എക്സ്പേർട്സിന്റെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റ് ആണ്. അപ്പൊ എന്നാലും തീരദേശ പ്രദേശത്തിലെ ജനങ്ങളെ കൂട്ടുപിടിച്ച്, ഇവിടുത്തെ കർഷക തൊഴിലാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മലബാർ സമരം എന്ന് പറഞ്ഞാൽ കർഷക സമരമാണ്. ആ കർഷക സമരത്തില് ഏർപ്പെടുന്ന കാർഷിക ജനത കൊണ്ട് ഇപ്പോഴും മോരിയാക്കാപ്പ് പദ്ധതി ഇതൊന്നും പൂർത്തീകരിക്കാത്തിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ്. ഇവിടെ നിരന്തരമായിട്ടുള്ള ശ്രമമാണ് അതിന് വേണ്ടത്. ഇവിടെ പണി പൂർത്തീകരിക്കപ്പെടാത്തൊരു പ്ലാനറ്റോറിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമുക്ക് കാണാം. ഇതിനൊക്കെ വേണ്ടത് ഞാൻ സൂചിപ്പിച്ച ഒരു ക്രിയേറ്റീവ് പൊളിറ്റിക്സ്, സർഗാത്മകമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിന്റെ പേരിലാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ വിനയാന്വിതനായി ഞാൻ വോട്ട് ചോദിക്കുന്നതും ഇടതുപക്ഷം കേരളത്തിനോട് വോട്ട് ചോദിക്കുന്നതും ഈ വികസനത്തിന്റെ പേരിലും ചരിത്രത്തിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനും സാമൂഹിക സാമ്പത്തിക അസമത്വത്തിനെ നിഷേധിക്കുവാനുമുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റാരുണ്ട് LDF അല്ലാതെ? വെറുതെ പറയുന്നതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ മറ്റ് എതിർപ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും. നിശ്ചയദാർഢ്യം വേണ്ടേ? ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള തർക്കമല്ലല്ലോ വേണ്ടത്. ആരാണ് മന്ത്രി എന്നുള്ള തർക്കമല്ലല്ലോ വേണ്ടത്. എന്താണ് നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുക? നൈതികത രാഷ്ട്രീയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എത്ര ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടി മാറി അങ്ങോട്ടും പോണു, ഇങ്ങോട്ടും പോണു, ഇങ്ങോട്ടും പോണു. ഇതല്ല രാഷ്ട്രീയം. ആ രാഷ്ട്രീയമല്ല എന്ന് പറയുന്നവരാ ഇടതുപക്ഷം. നൈതികത ഉയർത്തിപ്പിടിക്കണം. അധികാരത്തിനും കസേരയ്ക്കും വേണ്ടിയിട്ട് പരക്കം പായുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ എണ്ണം കൂടുമ്പോൾ പ്രതിജ്ഞാബദ്ധതയുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. ശുഭാപ്തി വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കും തിരൂരങ്ങാടി മാറിയും മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണെന്ന് മാർക്സ് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ. മാറാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് രാമായണം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ മാറ്റത്തിന്റെ പാത കാണിച്ചു കൊടുത്തു. മുന്നേറാനുള്ള പാത, വെളിച്ചത്തിന്റെ പാത കാണിച്ചു കൊടുത്തു. ക്രിസ്തുദേവൻ ഇരുട്ടിനെ ഭേദിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ വെളിച്ചത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ, എല്ലാവരെയും ചേർന്ന് ഒരുന്നുകൊണ്ട് ഒരുമിച്ച് നടക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. ഒന്നും മാറ്റാൻ പറ്റാത്തതായി ജനങ്ങൾക്കില്ല. ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് ഗമിക്കുമ്പോൾ ഈ തിരൂരങ്ങാടിയുടെ പൈതൃകങ്ങളെ, എല്ലാവിധ വലിയ ഉജ്ജ്വലമായ പൈതൃകങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വികസന മുരടിപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അവഗണനയുടെ രാഷ്ട്രീയം അവസാനിക്കണം. ജനങ്ങൾക്ക് ഈ തലമുറയിലും വരാൻ പോകുന്ന തലമുറയിലും ഈ പട്ടണത്തിനെയും ഈ ഭൂപ്രദേശത്തിനെയും പുതിയ ഒരു ദിശയിലൂടെ നടത്താൻ പറ്റുന്ന ഒരു പോംവഴിയുണ്ട്, ബദൽ മാർഗമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയം ഇവിടെ വളരണം. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം
വോട്ട് ചോദിക്കുന്നത് മാറ്റത്തിന്റെ ഈറ്റുനോവും പേറി പരിണാമത്തിന്റെ തിരകൾ മനസ്സിൽ നിരമ്പിക്കൊണ്ട് ആർത്തലച്ചു വരുന്നൊരു ജനശക്തി പ്രവാഹമായി നമ്മൾക്ക് മുന്നോട്ട് പോകാം. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ 3-ാം തവണയും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഒരു പ്രക്രിയയിലേക്ക് കേരളം പോകുമ്പോൾ തിരൂരങ്ങാടിയുടെ മണ്ഡലവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിജയം മൂന്നിക്കൊണ്ടുള്ള ഒരു നടത്തമായിരിക്കണം. വൈകുന്നേര സമയത്ത് അറബിക്കടലിനെ ചുവന്ന സൂര്യൻ, അസ്തമയ സൂര്യൻ ഉമ്മ വയ്ക്കുന്ന സമയത്ത് ആകാശത്തിന്റെ ചക്രവാളങ്ങൾ ചെന്നിറമണിയുമ്പോൾ ഈ പ്രദേശത്ത് നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന്, തിരൂരങ്ങാടിയിൽ നിന്ന്, എടരിക്കോടിൽ നിന്നെല്ലാം സൂര്യനെ പ്രത്യഭിവാദ്യം ചെയ്തുകൊണ്ട് ചുവന്ന നിറമുള്ള കൊടി പാറിക്കളിക്കണം. ഇടതുപക്ഷത്തിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ വിജയിക്കും, സുനിശ്ചിതമാണ് ആ വിജയം. അതിനുവേണ്ടി എല്ലാവരുടെയും വോട്ട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അരിവാൾ ധാന്യക്കതിന്റെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.